ബംഗ്ലാദേശിൽ പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഘർഷ വാർത്തകളാണ് പുറത്തുവരുന്നത്. ബംഗ്ലാദേശിലെ ഗോപാൽഗഞ്ച് സദറിലെ ഒരു പോളിംഗ് സെന്ററിൽ വോട്ടെടുപ്പിനിടെ ഒരു ക്രൂഡ് ബോംബ് പൊട്ടിത്തെറിച്ചതായാണ് വിവരം. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഒരു കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. പോളിംഗ് സെന്ററിന്റെ പ്രധാന ഗേറ്റിന് കേടുപാടുകൾ സംഭവിച്ചതായാണ് വിവരം. മറ്റൊരു സംഭവത്തിൽ മുൻഷിഗഞ്ചിലെ സദർ ഉപാസയിലെ മൊളക്കണ്ടി യൂണിയനിലെ മുഖാദി ഗുരുചരൺ ഹൈസ്കൂളിൽ ഒരു ക്രൂഡ് ബോംബ് പൊട്ടിത്തെറിച്ചു. തുടർന്ന് 2 എതിരാളികളായ അനുയായികൾ തമ്മിൽ ഒരു ചെറിയ പിന്തുടരൽ നടന്നതായി ധാക്ക ട്രിബ്യൂണൽ ഉദ്ധരിച്ച് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെങ്കിലും പലയിടത്തും വോട്ടിംഗ് മന്ദഗതിയിലാണ്. ഇതിനിടെ വോട്ടെടുപ്പ് കേന്ദ്രത്തിനുള്ളിൽ മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരിച്ച 2 പേരെ കോടതി 7 ദിവസത്തെ തടവിന് ശിക്ഷിച്ചു. രാജ്ഷാഹി നഗരത്തിലെ ഷിറൈൻ കോളനി സ്കൂൾ പോളിംഗ് സ്റ്റേഷനിലായിരുന്നു സംഭവം. ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി പ്രമുഖ എഴുത്തുകാരി തസ്ലീമ നസ്രീൻ രംഗത്തെത്തിയിരുന്നു. അവാമി ലീഗിനെ നിരോധിച്ചതോടെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായി ജമാഅത്തെ ഇസ്ലാമി മാറാൻ പോവുകയാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. BNP വിജയിച്ചാൽ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി പ്രധാന പ്രതിപക്ഷമാവും. അവാമി ലീഗിനെ നിരോധിച്ചതുകൊണ്ടാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സർക്കാർ അവാമി ലീഗിന് മേലുള്ള നിരോധനം നീക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിൽ മാത്രമേ മതേതര അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് പ്രതിപക്ഷം ഉണ്ടാവുകയുള്ളൂ. മതമൗലികവാദികൾക്ക് അധികാരം ലഭിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. ഇത്രയും കാര്യങ്ങളാണ് അവർ എക്സിൽ കുറിച്ചത്. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിനെ രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തിയത് ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങളെയും മതേതരവാദികളെയും കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര നിലപാടുള്ള സംഘടനകൾക്ക് ഇത് വളരാൻ അവസരമൊരുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതേസമയം അന്തരിച്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകനായ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 പാർട്ടികളുടെ സഖ്യവും തമ്മിലാണ് പ്രധാന പോരാട്ടം. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നഹീദ് ഇസ്ലാം രൂപം നൽകിയ പുതിയ പാർട്ടിയായ നാഷണൽ സിറ്റിസൺ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിലാണുള്ളത്. വിലക്ക് നിലനിൽക്കുന്നതിനാൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനാകില്ല. പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഭരണഘടനാ പരിഷ്കരണത്തിനായുള്ള ജൂലൈ ചാർട്ടറിന്റെ ഹിതപരിശോധനയും നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ കാലാവധി പരമാവധി 2 ടേം അഥവാ 10 വർഷമായി നിജപ്പെടുത്തുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ ഹിതപരിശോധനയിലുണ്ട്. പുറത്തുവരുന്ന സർവേകളിൽ BNPക്കാണ് വിജയ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി ബംഗ്ലാദേശ് രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന അവാമി ലീഗ് മത്സരരംഗത്തില്ലാത്തത് രാജ്യത്തൊരു പുതിയ രാഷ്ട്രീയ ക്രമത്തിന് വഴിയൊരുക്കും. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെയും അതിർത്തി സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്നതിനാൽ ഇന്ത്യ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി വീക്ഷിച്ചു വരികയാണ്. 12.7 കോടി വോട്ടർമാരാണ് ഉള്ളത്. ആദ്യ ഫല സൂചനകൾ ഇന്ന് അർദ്ധരാത്രിയോടെ പുറത്തുവരും. നാളെ രാവിലെ ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.